ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക് സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് ഓപ്പോ A16K എന്ന ഈ ഒരു ഫോണിന്റെ വിശേഷങ്ങളാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ കാദർ വള്ളേരി. വെൽക്കം ടു ടെക് സൊല്യൂഷൻസ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ഓപ്പോ A16K എന്ന ഈ ഒരു ഫോണെ നമുക്ക് അൺബോക്സ് ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഒരു ഫോണിൻ്റെ പ്രകാശം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണെ നമുക്ക് കാണാൻ പറ്റുന്നത് 4GB റാമോട് കൂടി 64GB സ്റ്റോറേജിൽ വരുന്ന ഒരു ഫോണാണ്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ പുറത്തായിട്ട് നമുക്ക് 3D സ്ലീക്ക് ഡിസൈനിങ് എന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. 4230 mAh ബാറ്ററി ഉള്ള ഫോണാണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. HD ഐക്കാർ ഡിസ്പ്ലേ എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫോണൊന്ന് അൺബോക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഫോൺ അൺബോക്സ് ചെയ്തു. ഫോൺ അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഒരു വെൽക്കം പാക്കാണ്. വെൽക്കം പാക്കിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. വെൽക്കം പാക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് 2 കാറ്റലോഗ് കാണാൻ പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിം റിമൂവ് ചെയ്യാനുള്ള ഒരു എജക്ടർ കാണാൻ പറ്റിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് വരുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ചും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫോണിൻ്റെ ബോക്സിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ ബോക്സിൽ നമുക്ക് ഹെഡ്ഫോൺ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു ചാർജറും ഒരു മൈക്രോ USB കേബിളും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബോക്സിനകത്ത് കാണാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഫോണിലേക്ക് തന്നെ വരാം. ഫോണിലേക്ക് തിരിച്ച് വരുമ്പോൾ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഡിസൈനിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഗ്ലോസി ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഫോണാണെന്ന് തന്നെ നമുക്ക് പറയാം. നല്ല ഫിനിഷിംഗ് ആണ്. ചിലപ്പോൾ താഴെ വെച്ചാൽ സ്ക്രാച്ചൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു ബാക്ക് ബോഡിയാണ്, പ്ലാസ്റ്റിക് ബോഡിയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. 4230 mAh ബാറ്ററി വരുന്ന ഫോണാണെന്നുണ്ടെങ്കിലും വലിയ തിക്നെസ് ഒന്നും ഈ ഒരു ഫോണിന് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. വളരെ തിക്നെസ് കുറഞ്ഞിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. പിന്നെ ഒരു ബാക്ക് സൈഡിലെ ഡിസൈനിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ക്യാമറയാണ് ഈ ഒരു ഫോണിൽ വന്നിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് 3 ക്യാമറ ഉണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും വെറും ഒരു ക്യാമറ മാത്രമാണ് നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ പറ്റിയിട്ടുള്ളത്. ഒരു അതിൻ്റെ ഒരു ലോഗോയും ക്യാമറേൻ്റെ മറ്റൊരു ലോഗോയും കാണാൻ പറ്റുന്നുണ്ട്. കൂടാതെ ഒരു LED ഫ്ലാഷും. ഈ ഒരു ഡിസൈനിങ്ങിൽ ഞാൻ കണ്ടിട്ടുള്ള മറ്റൊരു ഫോൺ എന്ന് പറഞ്ഞാൽ MI 11 ലൈറ്റ് എന്ന ഫോണുണ്ട്. MI 11 ലൈറ്റ്, ആ ഒരു ഫോണിൻ്റെ അതേ ഡിസൈനിങ്ങിനാണ് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഡിസൈനിങ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ വരുന്ന മിക്ക ഫോണുകളും ഓപ്പോൻ്റെ ലേറ്റസ്റ്റ് ഫോണുകളൊക്കെ ഈ ഒരു ഡിസൈനിങ് തന്നെയാണ് കാണാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ നമ്മളത് ഈ ഒരു സൈഡിലേക്കൊക്കെ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ ബട്ടണ്, വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണ്, മുകൾ വശത്തായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഈ ഒരു സൈഡിലായിട്ട് സിം കാർഡ് ട്രേ കാണാൻ പറ്റുന്നുണ്ട്. താഴെ ഭാഗത്തായിട്ട് 3.5mm വരുന്ന ഒരു ഹെഡ്ഫോൺ ജാക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു മൈക്രോഫോണ്, ഒരു മൈക്രോ USB ഇൻപുട്ട്, ഒരു സ്പീക്കർ ഗ്രില്ല്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു ഫ്രണ്ട് വശം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ ആയിട്ട് വരുന്നത് 6.5 ഇഞ്ച് IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ കാണാൻ പറ്റുന്നത്. 5 മെഗാപിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ ആണ് ഈ ഒരു ഫോണിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ബാക്ക് സൈഡിലെ ക്യാമറ പറയുകയാണെന്നുണ്ടെങ്കിൽ 13 മെഗാപിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ പറ്റിയിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫോണൊന്ന് ഓണാക്കി എടുക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈ ഒരു ഫോൺ കംപ്ലീറ്റ് ഓണാക്കി എടുത്തിട്ടുണ്ട്. ഓണാക്കി എടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ഫോണൊക്കെ മൊത്തത്തിൽ ജസ്റ്റൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ എനിക്ക് ഇതിൽ കുറച്ചൊക്കെ ആപ്ലിക്കേഷനുകൾ പ്രീ ഇൻസ്റ്റാൾ ആയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം, ആവശ്യമില്ലാത്തത്. അപ്പോൾ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനൊക്കെ നമുക്ക് അനായാസം അൺഇൻസ്റ്റാൾ ചെയ്യാനും പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ സെക്ഷൻ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫീച്ചറുകൾ ഈ ഒരു ഫോണിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതിൽ ടോർച്ചിൻ്റെ ഫീച്ചറുണ്ട്, അതായത് മിക്ക ഒരു ബജറ്റ് ഫോണിൽ വരുന്ന എല്ലാ ഫീച്ചറും ഉണ്ട്. ഡാർക്ക് മോഡും നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ നമുക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് പോലുള്ള അഡീഷണൽ ഫീച്ചറുകളൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ എടുത്ത് പറയേണ്ട ഒരു ഫീച്ചറായിട്ട് കാണുന്നത് സാധാരണ ചില ബജറ്റ് ഫോണുകളൊന്നും കാണാറില്ല. ഈ സ്ക്രീൻ കാസ്റ്റ് എന്ന ഈ ഒരു ഫീച്ചർ നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും മറ്റൊരു ഫോൺ, അതായത് സ്മാർട്ട് TVയിലേക്ക് വയർലെസ് ആയിട്ട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൽ NFC എന്ന ഫീച്ചർ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാം. NFC എന്ന ഫീച്ചർ നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ പറ്റിയിട്ടില്ല. അടുത്തതായിട്ട് നമുക്ക് OTG ഫീച്ചർ ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നോക്കാം. OTG ഫ്ലാഷുകളൊക്കെ നമുക്ക് ഈ ഒരു ഫോണിൽ ഉപയോഗിക്കാനൊക്കെ പറ്റും. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ എബൌട്ട് സെക്ഷനൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഒരു ഫോണിൻ്റെ എബൌട്ട് സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോ A16 എന്ന മോഡൽ നെയിം നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആൻഡ്രോയിഡ് 11 ഈ ഒരു ഫോൺ പുറത്തിറങ്ങിയിട്ടുള്ളത്.
4 GB റാം 64 GB സ്റ്റോറേജ് എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ പ്രൊസസ്സറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ MediaTekൻ്റെ G35 എന്ന 12 നാനോമീറ്റർ ടെക്നോളജിയിലുള്ള പ്രൊസസ്സറാണ് ഈ ഒരു ഫോണിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഫോണിൽ ഡുവൽ ബാൻഡ് വൈഫൈ, ബ്ലൂടൂത്ത് 5, വൈഫൈ ഡയറക്റ്റ്, ഹോട്ട്സ്പോട്ട് എന്നീ ഫീച്ചറുകളൊക്കെ നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ പറ്റുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് Oppo A16K എന്ന ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ എടുത്തിട്ടുള്ള വീഡിയോ. 5 മെഗാപിക്സലാണ് ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ എടുത്തിട്ടുള്ള വീഡിയോൻ്റെ ക്ലിയർ മനസ്സിലാക്കിയിട്ട് ഈ ഒരു ഫോണിൻ്റെ ക്ലാരിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് Oppo A16K എന്ന ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറയിൽ എടുത്തിട്ടുള്ള വീഡിയോ. അത്യാവശ്യം നല്ല വെയിലുള്ള സമയത്താണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. രാത്രി എടുക്കാൻ അല്ലെങ്കിൽ വൈകുന്നേരം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറയിൽ എടുത്തിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഈ ഒരു ക്യാമറയുടെ ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് സ്വയം മനസ്സിലാക്കുക. 13 മെഗാപിക്സലിൻ്റെ ബാക്ക് ക്യാമറയാണ് ഈ ഒരു ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒറ്റ ക്യാമറയാണ് ബാക്കിലായിട്ട് വരുന്നത്. ഈ ഫോണിലെടുത്തിട്ടുള്ള ഒരു സെൽഫി ഇമേജാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 4200-4300 mAh ബാറ്ററി കണ്ടിരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ വളരെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ളൊരു ഫോണാണ്. വെറും 175 ഗ്രാം മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഫോൺ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് അനായാസം കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരിതാണ്. അതായത് ഒരു ഓവർ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ അധികം ഗെയിമിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യുന്നില്ല. വളരെ കുറഞ്ഞ ഉപയോഗമുള്ള വാട്സാപ്പ് അല്ലെങ്കിൽ ചെറിയ ഓൺലൈൻ ക്ലാസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഫോൺ ധാരാളമാണെന്ന് പറയാം. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ പ്രൈസിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 65 റിയാലാണ് ഈ ഒരു ഫോണിന് ഒമാൻ റിയാലായിട്ട് വരുന്നത്. ആ ഒരു പ്രൈസ് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 13,000 രൂപ മുതൽ അല്ലെങ്കിൽ 12,500 രൂപ മുതൽ 13,000 വരെ പ്രൈസ് വരാനുള്ള ചാൻസ് ഈ ഒരു ഫോണുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടാതെ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ സെക്യൂരിറ്റി ഫീച്ചറുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണിൽ നമുക്ക് ഫിംഗർ പ്രിൻ്റ് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. ഒരു 13,000 റുപ്യേൻ്റെ അല്ലെങ്കിൽ 12,000 റുപ്യേൻ്റെ ഒക്കെ റേഞ്ചിൽ വരുന്ന ഫോണായതുകൊണ്ട് തീർച്ചയായിട്ടും ഫിംഗർ പ്രിൻറ്റോ ഒക്കെ വേണ്ടതാണ്. അതൊന്നും ഈ ഒരു ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. എന്നിരുന്നാലും ഈ ഒരു ഫോണിൽ ഫേസ് ലോക്ക്, പാറ്റേൺ ലോക്ക്, പിൻ ലോക്ക് എന്നീ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിനെ പറ്റി ഇത്രയൊക്കെ തന്നെ പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ഫോണിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം.